ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്പർ നമുക്ക് എങ്ങനെ ജർമ്മനിൽ പറയാനാണ് നോക്കുന്നത്. അപ്പം നമ്പറിനെ നമ്മൾ ജർമ്മനിൽ നുമ്മർ എന്നാണ് പറയുന്നത്. നുമ്മർ, NUMMER, നുമ്മർ. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യാനും ഓരോ നമ്പറും എവിടെയൊക്കെ എന്തൊക്കെ മാറ്റം വരുന്നെന്നും എങ്ങനെ എഴുതണമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ആദ്യം തന്നെ നമുക്ക് എങ്ങനെ 1 തൊട്ട് 10 വരെ പറയാൻ നോക്കാം. 1 നമ്മൾ ഐൻ, 2 സ്വൈ. ഈ ഐ അവിടെ വന്നേക്കുന്നത് കൊണ്ട് ഐ എന്നാണ് അത് പ്രൊനൗൺസ് ചെയ്യുന്നത്, സ്വൈ. ഓക്കെ, അടുത്തത് 3 ത്രൈ. 4 ഫിയർ. 5 ഫ്യൂൻഫ്. 6 സെക്സ്. 7 സീബൻ. SE ആണ് വന്നേക്കുന്നത്, അതായത് SIE. ഐഇനെ ഇ എന്നാണ് വായിക്കുന്നത്, അപ്പം സീബൻ. 8 അക്ട്. 9 നോയൻ. ഒയ് എന്ന് വായിക്കുന്നത്, EU ഒയ്, അപ്പം നോയൻ. 10 സേൻ. H സൈലന്റ് രീതിയിലാണ് പോകുന്നത്, അപ്പം സേൻ. ഓക്കെ, അടുത്തത് വരുന്നത് 11 തൊട്ട് 20 വരെ എങ്ങനെയാന്ന് നോക്കാം. എൽഫ്. 11 എൽഫ്. ഈനെ എ എന്നല്ലേ വായിക്കുന്നത്, അപ്പം എൽഫ്. അടുത്തത് 12. 12 13 ത്രൈസേൻ. അതായത് 13. അപ്പം ആ 3 എന്നുള്ളത് നമ്മൾ 13 എന്ന് എഴുതി കഴിഞ്ഞാൽ 3 അല്ലേ നമ്മൾ അവസാനം എഴുതുന്നത്, അപ്പം ആ അവസാനം വരുന്നതാണ് നമ്മൾ ആദ്യമേ എഴുതുള്ളൂ. 3 വന്നേക്കുന്നതുകൊണ്ട് ത്രൈ എന്ന് എഴുതി. അപ്പം 13, 10 അല്ലേ, അവിടെ നമ്മൾ ഒന്നായിട്ട് എഴുതുന്ന 10-നെയാണ്. അപ്പം ആ 10-ന് നമ്മൾ സെയിൻ എന്ന് പറഞ്ഞ് എഴുതും, അപ്പം ത്രൈസേൻ. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. 13 എന്ന് എഴുതുമ്പോഴത്തേനും ആദ്യം ത്രൈ ആണ്, അതായത് ത്രൈ ആണ് എഴുതുന്നത്. 13-ന്റെ അവസാനം 3 എന്ന അവസാനം വന്നേക്കുന്നുള്ളൂ നമ്മൾ എഴുതുമ്പം ആദ്യം എഴുതുള്ളൂ. അത് കഴിഞ്ഞ് 10-നെയാണ് നമ്മൾ 1 എന്ന് പറഞ്ഞ് അവിടെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം ആ 10-ന് നമ്മൾ ത്രൈ എഴുതി കഴിഞ്ഞ് രണ്ടാമത് സെയിൻ എന്ന് എഴുതും, അപ്പം ത്രൈസേൻ. അങ്ങനെ തന്നെ ഈ പാറ്റേൺ തന്നെയാണ് എല്ലാ 19 വരെയും അങ്ങനെ തന്നെയാണ് വരുന്നത്. അടുത്തത് 14 ഫിയർസേൻ. 15 ഫിംസേൻ. 16 സെക്സേൻ. 18 അക്സേൻ. 19 നോയിൻസേൻ. 20 വരുമ്പം സ്വാൻസിക്. 20-ന് സ്വാൻസിക്. ഓക്കെ, അപ്പൊ 21 എങ്ങനെ വരും? 21 ഒന്നാണ് വന്നേക്കുന്നത്, അപ്പൊ 1-നെ നമ്മൾ ആദ്യമേ എഴുതണം. ഐൻ, ഉണ്ട് എന്ന് എഴുതണം. ഐൻ ഉണ്ട്. പിന്നെ 20-നെയാണ് നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നത്, അപ്പൊ 20-നെ നമ്മൾ സ്വാൻസിക് എന്നാണ് പറയുന്നത്, അപ്പം അവസാനം സ്വാൻസിക് എന്ന് എഴുതും. അപ്പം എന്താണ്? ത്രൈയുണ്ട് സ്വാൻസിക്, അതായത് 21. മനസ്സിലായോ? അടുത്തത് 22. 22-നെ നമ്മൾ 2 എന്നാണ്, 22-ആണ്. അപ്പൊ 2 ആദ്യം നമ്മൾ എഴുതും, സ്വൈ ഉണ്ട്, എന്നിട്ട് 20-നെയാണ് ഡൊണേറ്റ് ചെയ്യുന്നത്, അപ്പൊ 20 എന്താ? സ്വാൻസിക്. അപ്പം സ്വൈ ഉണ്ട് സ്വാൻസിക്. ഓക്കെ, അപ്പൊ 23 ത്രൈ ഉണ്ട് സ്വാൻസിക്. 24 ആണെങ്കിൽ ഫിയർ ഉണ്ട് സ്വാൻസിക്. അങ്ങനെ. ഓക്കെ, അങ്ങനെ സെയിം മെത്തേഡ് തന്നെ. അടുത്തത് ത്രൈസിക് വരുന്നത് ഇവിടെ എന്താണ്? ZIG ആണ് സ്വാൻസിക്കിന് വന്നത്, പക്ഷേ ത്രൈസിക്കിന് അവിടെ ZIG അല്ല, സാഫസ്, അതായത് ബി പോലെ അല്ലെങ്കിൽ മലയാളാക്ഷരം ഭ പോലെ എഴുതുന്ന സംഭവമാണ് അവിടെ ഇസഡിന് വരെ നമ്മൾ ആഡാവുന്നത്. ത്രൈസിക്കിന്, അതായത് 30-ക്ക് മാത്രമേ അങ്ങനെ വരുന്നുള്ളൂ. ത്രൈസിക് 30-ക്ക് മാത്രമേ ആ ചേഞ്ച് വരുന്നുള്ളൂ, ഓർത്തോണം, തെറ്റിപ്പോകരുത്. ഓക്കെ, അടുത്തത് ഇപ്പൊ ത്രൈസിക്. ഇനിയിപ്പം 31 അങ്ങനെ എഴുതുമെന്ന് നോക്കാം. 31 വരുമ്പോഴത്തേനും ഐനുണ്ട് ത്രൈസിക്. 32 വരുമ്പോഴത്തേനും സ്വയും ത്രൈസിക്. അങ്ങനെ
അപ്പൊ അടുത്തത് 14 നമുക്ക് എങ്ങനെ പറയാൻ നോക്കാം. 14 നമ്മൾ ഫിയർ സിക്ക്, സാധാ പോലെ തന്നെ ഇസഡ് ആണ് വരുന്നത്. അടുത്തത് 50 ഫിം സിക്സ്, 16 സെക്സിക്, 17 സീപ് സിക്സ്. സീബൻ സിക്സ് എന്നല്ല, സീപ് സിക്, അതായത് ബി വരെ അവിടെ വരുള്ളൂ, EN കട്ടായി പോകും. സീപ് സിക് എന്നാണ് വരുന്നത്. അടുത്തത് 18 ആണ്, അപ്സിക്. 19 നോയൻ സിക്. ഇനി 100നെ നമ്മൾ ഹുൻഡ്രഡ്, 100. ഓക്കെ. 1000 തൗസൻഡ്. ഓക്കെ. സ്പെല്ലിങ് ചേഞ്ച് വരുന്നുള്ളൂ. തൗസൻഡ്, AU, തൗസൻഡ്. ഓക്കെ. ഇനി അടുത്തത് ഇതെങ്ങനെ എഴുതും നോക്കാം. ഐനുൻ സ്വാൻസിക്, അതായത് 21 എന്ന് എഴുതുമ്പം നമ്മൾ ഒരിക്കലും ഉണ്ട് സ്വാൻസിക് അത് സെപ്പറേറ്റ് ചെയ്ത് ഒരിക്കലും എഴുതല്ല. അത് നമ്മൾ എപ്പോഴും അടുപ്പിച്ച് തന്നെ ഒരൊറ്റ സെന്റൻസ് എഴുതുന്ന പോലെ തന്നെ എഴുതാവുള്ളൂ. അതുപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്യാതെ വേണം എഴുതാനായിട്ട്, കംപ്ലീറ്റ് ചെയ്ത് വേണം എഴുതാനായിട്ട്. നമ്മൾ എപ്പോഴും ജർമ്മൻ ലാംഗ്വേജ് എഴുതുമ്പം എപ്പോഴും സ്പെല്ലിങ് നല്ല ക്ലിയർ ആയിട്ടാണ് എഴുതുന്നത്. ഒരിക്കലും കേഴ്സീവ് റൈറ്റിങ്ങിൽ എഴുതാൻ പറ്റത്തില്ല. കേഴ്സീവ് റൈറ്റിങ്ങിൽ ഒരിക്കലും ജർമ്മൻ ലെറ്റേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ജർമ്മൻ കേഴ്സീവ് റൈറ്റിങ്ങിൽ ആവരുത്. സാധാ നോർമൽ രീതിയിൽ എടുത്തെടുത്ത് വേണം നമ്മൾ എഴുതാനായിട്ട്. ഓക്കെ. ഇവിടെ ബൈസ്പി ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. 34 എങ്ങനെ പറയുമെന്ന്. 34 പറയുമ്പം എന്താണ്, 4 ആണ് രണ്ടാമത് കിടക്കുന്നത്. അപ്പൊ ആ അവസാനം ഏതാണോ വന്നേക്കുന്ന നമ്പർ അത് ആദ്യം നമ്മൾ എഴുതണം. ഫിയർ, എന്നിട്ടോ ഉണ്ട്, എന്നിട്ട് എന്തിനാ 13 ആണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ 30 എന്ന് എഴുതണം. ട്രൈസിക്, ഫിയർ ഉണ്ട്, ഐസിക്. ഓക്കെ. അടുത്തത് 56, 56. 6 ആണ് അവസാനം. ആ 6നെ നമ്മൾ ആദ്യം എഴുതും, സെക്സ്. എന്നിട്ടോ 50നെയാണ് വിശേഷിപ്പിക്കുന്നത്, അത് നമ്മൾ ഫിംസിക് എന്ന് പറയാം. ഇത്രേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. ശ്രദ്ധിച്ച് സ്പെല്ലിങ് കറക്റ്റായിട്ട് എഴുതുക, മാറിപ്പോകാതെ. വളരെ എളുപ്പം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ പറയാനും പറ്റും, അതുപോലെ തന്നെ എഴുതാനും പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.